السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. عن جابر رضي الله عنه عن النبي صلى الله عليه وسلم قال لا تلجوا على المغيبات فإن الشيطان يجري من أحدكم مجرى الدم قلنا ومنك قال ومني ولكن الله أعانني عليه فأسلم റവാഹു തുർമുദി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തലിജു അലൽ മുഗീബാത്ത്, നിങ്ങളാരും ഭർത്താവ് സ്ഥലത്തില്ലാത്ത അന്യ സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കരുത്. ഫഇന്ന ശൈത്താന യജ്രി മിൻ അഹദിക്കും മജ്റദ്ദം, കാരണം നിങ്ങളിൽ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഖുൽന, ഞങ്ങൾ ചോദിച്ചു, വമിൻക, അങ്ങയിലും അങ്ങനുണ്ടാകുമോ? ഖാല വമിന്നി, പ്രവാചകൻ പറഞ്ഞു, എന്നിലും ഉണ്ടാകും. വലാകിന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലമു, അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് അൽബാനി സഹീഹാക്കിയ ഹദീസമാണ്. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ബന്ധുക്കളും വളരെ ഗൗരവത്തിലെടുക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ് ഈ പ്രവാചക വചനത്തിലെ മുന്നറിയിപ്പ്. ഇക്കാര്യത്തിൽ ബന്ധുക്കൾക്കും ശ്രദ്ധയുണ്ടാവണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകമായി 3 സൂറത്തുകൾ തന്നെയുണ്ട് വിശുദ്ധ ഖുർആനിൽ. അൻ-നിസാ, അൻ-നൂർ, അൽ-അഹ്സാബ്. കുടുംബ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അത്തലാഖ് പോലുള്ള സൂറത്തുകളും. മറ്റ് സൂറത്തുകളിൽ നിരവധി ആയത്തുകളും സ്ത്രീകളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ കാണാം. കൂടാതെ അനവധി ഹദീസുകളും. അന്യ സ്ത്രീയും പുരുഷനും ഒരിടത്തും രക്തബന്ധുക്കൾ കൂടെയില്ലാതെ തനിച്ചാവാൻ പാടില്ല എന്ന് ഉണർത്തുന്ന ഹദീസുകൾ. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് മൂന്നാമനായി പിശാചായിരിക്കും അവിടെ ഉണ്ടാവുക എന്നതാണ്. ഈ ഹദീസുകളും സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന കൽപ്പനയെ തുടർന്ന് വന്ന വചനം മനുഷ്യനിൽ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ ശൈത്താനും സഞ്ചരിക്കുമെന്നാണ്. വളരെ ശക്തമായ ഒരു സൂചന കൂടിയാണിത്. വിശേഷിച്ചും ഇന്നത്തെ യുഗത്തിൽ മനുഷ്യനെ ഏത് സമയവും ഹറാമിലേക്ക് ക്ഷണിക്കുകയും അതിലേക്ക് ശക്തമായി പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. ആണും പെണ്ണും പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ഇബ്ലീസിൻ്റെ ഈ ആകർഷണ വലയത്തിൽ വീണു പോകാൻ ഇടയുണ്ട്. വീണാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. എന്നും ആ വലയിൽ അവൻ കുരുക്കിയിടും. അങ്ങനെ തീ പിടിച്ച മനസ്സുമായിട്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ വളർന്നു വരുന്നത്. സ്വന്തങ്ങളും ബന്ധങ്ങളും മാനിക്കാതെയും ദീനീ നിയമങ്ങളുടെയും മുന്നറിയിപ്പുകളെയും കൂസാതെയുമാണ് അവർ ജീവിച്ചു തുടങ്ങുന്നത്. അള്ളാഹുവിലും പരലോകത്തിനുമുള്ള വിശ്വാസത്തിൽ പർവ്വത സമാനം ഉറച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞതെന്ന് ഓർക്കുക. 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ വിശ്വാസത്തിന് അത്യന്തം അയവ് വരികയും ശൈത്താൻ അവൻ്റെ വല പൂർണ്ണമായും വിരിക്കുകയും ചെയ്തിരിക്കുന്ന ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ ഏറെ ഗൗരവത്തോടെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ഓർക്കുക. തെറ്റുകളിലേക്കും ഹറാമുകളിലേക്കും ചായാതെയും വീഴാതെയും ഇരിക്കാനുള്ള മുന്നറിയിപ്പുകളും നിയമങ്ങളും ഇസ്ലാം നൽകുന്നുണ്ട്. അതിനൊരു മുന്നറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ കൂടി ഉമ്മത്തിന് നൽകുന്നത്. അത് പരിഗണിക്കാതെ അവഗണിച്ച് കളയുന്നതിൻ്റെ ദുരന്തം ഓരോ ദിവസവും ഈ ഉമ്മത്ത് അനുഭവിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച ചോദ്യവും ശ്രദ്ധേയമാണ്. അങ്ങയ്ക്കും ഇങ്ങനെ തന്നെ സംഭവിക്കുമോ എന്ന്.
ഓരോ മനുഷ്യനും ഓരോ ശൈത്താനുണ്ട്. എന്നാൽ അള്ളാഹു അവനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന് എന്നെ സഹായിച്ചതിനാൽ എൻ്റെ മേൽ അവന് സ്വാധീനം ചെലുത്താൻ സാധ്യമല്ലെന്നും അതിനാലാണ് ഞാൻ രക്ഷപ്പെട്ടു നിൽക്കുന്നതുമായിരുന്നു ആണല്ലോ പ്രവാചകന്റെ മറുപടി. സാധാരണക്കാരായ നാം ഓരോരുത്തരും ഈ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രവാചകൻ ഇതിലൂടെ. ഒരേ വീട്ടിലെ സ്വന്തം സഹോദരങ്ങളായാൽ പോലും പ്രായപൂർത്തിയായാൽ അവരെ വെവ്വേറെ കിടത്തണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കൂടി ഓർക്കുക. ഭർത്താവിൻ്റെ സഹോദരൻ അന്യപുരുഷനാണെന്നും അയാളിൽ നിന്ന് അകലം പാലിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. മുസ്ലിം സമൂഹം ഈ കാര്യത്തിലും അത്യന്തം അശ്രദ്ധരാണെന്ന് പറയാതെ വയ്യ. ഒരു മുസ്ലിമിനെ തെറ്റുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള അവൻ്റെ ശക്തമായ വിശ്വാസവും ഈമാനും അതേ പറ്റിയുള്ള നിരന്തരമായ ബോധവുമാണ്. അത് ലഭിക്കുന്നതാവട്ടെ അവൻ്റെ ദീനീ വിദ്യാഭ്യാസത്തിൽ നിന്നുമാണ് താനും. എന്നാൽ ഇന്ന് മുസ്ലിം ബഹുഭൂരിപക്ഷത്തിനും ആ വിദ്യാഭ്യാസവും ലഭിക്കുന്നില്ല. ദീനീ വിദ്യാഭ്യാസം എന്ന പേരിൽ കിട്ടുന്നതാകട്ടെ പലപ്പോഴും അവൻ്റെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുമില്ല. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഇസ്ലാമിക ജീവിതം നയിക്കാൻ അവനെ പ്രാപ്തനാക്കാൻ പര്യാപ്തവുമാകുന്നില്ല. ചുരുക്കത്തിൽ മുസ്ലിം സ്ത്രീയുടെയും അന്യപുരുഷന്റെയും ഇടയിൽ എപ്പോഴും ഒരു മറ സൂക്ഷിക്കാൻ നിർബന്ധമാണ്. സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും മറ്റു പൊതു ഇടങ്ങളും അവിടം ഭരിക്കുന്ന ഇസങ്ങളും ഈ മറയെ പിച്ചി ചീന്താനാണ് ശ്രമിക്കുന്നത്. അതിനാൽ ഈ മറയെ തുളയ്ക്കുന്ന ശൈത്വാന്റെ മൂർച്ചയേറിയ ശരങ്ങളെ പ്രതിരോധിക്കാനുള്ള ഈമാനികമായ ശക്തി ഓരോരുത്തരും ആർജിച്ചേ മതിയാവൂ. വളരെ കാലികമായി പ്രാധാന്യമുള്ള ഒരു പ്രവാചക വചനവും സന്ദേശവുമാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.